എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി വീഡിയോയുമായാണ്. പുതിയതൊന്നുമല്ല, പഴയത് തന്നെയാണ്. നമ്മൾ അതിനൊരു സ്പെഷ്യൽ ആക്കി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായി തികച്ചും പ്രകൃതിദത്തവും വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള നിറങ്ങളാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചേരുവയ്ക്കായുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. ഈ കാണുന്ന ശംഖുപുഷ്പം അല്ലെങ്കിൽ ശംഖുപുഷ്പി എന്നും അപരാജിത എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും 2 നിറത്തിലാണ് ശംഖുപുഷ്പം കാണപ്പെടുന്നത്: നീല ശംഖുപുഷ്പവും വെള്ള ശംഖുപുഷ്പവും. ഇതിൻ്റെ തന്നെ ഇരട്ട ശംഖുപുഷ്പങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ത്രിദോഷങ്ങളായിട്ടുള്ള വാതം, പിത്തം, കഫം എന്നിവയെ ബാലൻസ് ചെയ്യുവാനും ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് എന്നിവയ്ക്കുള്ള ശാശ്വതമായ പരിഹാരത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുവാനും മുടികൊഴിച്ചിൽ മാറ്റുന്നതിനുമൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ഈ ശംഖുപുഷ്പം. ഇതിൽ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾക്ക് നിറം നൽകുവാനും അതുപോലെ തന്നെ ബ്ലൂ ടീ തയ്യാറാക്കുന്നതിനുമൊക്കെ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു വേണ്ട പ്രധാനപ്പെട്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി 1/2 കിലോ, റാഗിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ ബീട്രൂട്ട് മുഴുവനായി അരിഞ്ഞത്, ചീരയില 1 കപ്പ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ശംഖുപുഷ്പം 1 കപ്പ്, അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം, ക്യാരറ്റ് 1 കപ്പ്, ഉപ്പും വെള്ളവും ആവശ്യത്തിന്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ട നിറങ്ങൾ തയ്യാറാക്കുന്നതാണ്. അതിനായി ഞാൻ ശംഖുപുഷ്പം ഇട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടാണ് നീല നിറം തയ്യാറാക്കുന്നത്. ഇതിൽ കൂടുതൽ നീല നിറം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിക്കാം. ലൈറ്റ് കളർ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ശംഖുപുഷ്പം മാത്രം ഇട്ട് തിളപ്പിക്കാവുന്നതാണ്. ഇതായിപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിച്ചെടുത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നീല നിറത്തിലുള്ള മാവയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറം തയ്യാറാക്കാം. അടുത്തായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നീല നിറത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ലൊരു പച്ച നിറം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ പച്ച നിറത്തിലുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറത്തിലേക്ക് കടക്കാം. അടുത്ത നിറം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. നല്ല മജന്ത കളറിലുള്ള വെള്ളം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നല്ല മജന്ത കളറിലുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അടുത്ത നിറത്തിലേക്ക് കടക്കാം. അടുത്തതായി നമ്മൾ തയ്യാറാക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള വെള്ളമാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മഞ്ഞ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറം തയ്യാറാക്കാം. അടുത്ത നിറം തയ്യാറാക്കുന്നതിന് ആവശ്യത്തിനുള്ള ക്യാരറ്റ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ക്രീം കളറിലുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറത്തിലേക്ക് കടക്കാം. അടുത്തായി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് നിറത്തിലുള്ള മാവാണ്. അതിനാവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ടിന്റെ വെള്ളം അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഓറഞ്ച് കളർ റെഡി. അടുത്തായി ചീരയില അരച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ പച്ച നിറത്തിലുള്ള വെള്ളം തയ്യാറായിട്ടുണ്ട്. അത് തിളച്ച് വന്നു. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഈ നിറം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നേരത്തെ നമ്മൾ പച്ച നിറം തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. രണ്ടും തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ 2 തരം പച്ചയായിട്ടാണ് വരുന്നത്. അത് നമുക്ക് പിന്നീട് കാണാം. നമ്മുടെ പച്ച നിറത്തിലുള്ള മാവയുടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറം തയ്യാറാക്കാം. അടുത്തായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബീട്രൂട്ടിന്റെ വെള്ളത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചുവപ്പ് നിറത്തിലുള്ള മാവയുടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത നിറം തയ്യാറാക്കാം.
നിറത്തിനുള്ള മാവ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശംഖുപുഷ്പത്തിന്റെ വെള്ളവും അതിലേക്ക് അല്പം ബീട്രൂട്ടിന്റെ വെള്ളം കൂടെ ചേർക്കുമ്പോൾ ഇതുപോലെ വയലറ്റ് നിറമാകും. അത് നമുക്കിനി ഇത് മാവിലേക്ക് മിക്സ് ചെയ്യാം. വയലറ്റ് നിറം നമുക്ക് പൊതുവെ 2 തരത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നീലശംഖുപുഷ്പത്തിലേക്ക് അല്പം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാലും വയലറ്റ് നിറമാകും. അതല്ല എങ്കിൽ ഈ തരത്തിലും നമുക്ക് വയലറ്റ് നിറം ഉണ്ടാക്കാവുന്നതാണ്. നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ പുളി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാതെ ഈ തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ വയലറ്റ് കളറിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അടുത്തായി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് റാഗി ഇടിയപ്പമാണ്. അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് അതിലേക്ക് തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി നമുക്ക് കുഴച്ചെടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ റാഗിയുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കാം. അടുത്തായി ഞാനിവിടെ തയ്യാറാക്കുന്നത് സാധാരണ വെള്ള ഇടിയപ്പം തന്നെയാണ്. അതിനാവശ്യത്തിലുള്ള 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളം ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നിറം തയ്യാറാക്കാം. അടുത്തായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അവിടെ ഒട്ടും തന്നെ കളയാത്ത ഉണക്കലരിയുടെ പൊടിയാണ്. നേരത്തെ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തിളപ്പിച്ച വെള്ളവും ചേർത്ത് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ തവിട് നിറത്തിലുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 12 നിറത്തിലുള്ള മാവുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ നിറങ്ങളിലും കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം തന്നെ ലൈറ്റ് കളേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വെള്ളം ചേർത്ത് ലൈറ്റ് കളേഴ്സ് ആക്കിയിട്ട് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഇടിയപ്പം. നമുക്കിതെല്ലാം കൂടെ ആവി കയറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പത്തേതും കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഓൾമോസ്റ്റ് കളേഴ്സ് എല്ലാം സെയിം ആണ്. നമ്മൾ ലൈറ്റ് കളേഴ്സ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കളർ ചേഞ്ചസ് വരാറുണ്ട്. ഇതിൽ നമ്മൾ വയലറ്റ് കളർ കുക്ക് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. അതുമാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ നിറത്തിൽ ഇങ്ങനെ തയ്യാറാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് 2 നിറങ്ങൾ ഉപയോഗിച്ച് 2 ലെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 3 ലെയർ ആയിട്ട് തയ്യാറാക്കാം. അതുപോലെ 4 നിറങ്ങൾ ഉപയോഗിച്ച് 4 ലെയർ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ കുറച്ച് എക്സാമ്പിളായിട്ടൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ രേഖപ്പെടുത്തുക. എങ്കിലേ എനിക്കത് തിരുത്തി മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. ദയവായി അതുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.